നമസ്കാരം. ഇന്ന് ഇന്ത്യൻ ജിയോഗ്രഫി ഭാഗത്ത് 16ാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ ധാതുക്കളെക്കുറിച്ചും ഊർജ വിഭവങ്ങളെക്കുറിച്ചുമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇതെന്ന് ഞാൻ പറയാതെ തന്നെ കൂട്ടുകാർക്കറിയാം. അതുകൊണ്ട് ഇതിനകത്തുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുള്ളൂ. ആ കാര്യങ്ങൾ മുഴുവനും നന്നായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ധാതുക്കളെ കുറിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ ഈ ഭാഗത്തെ ചോദ്യ രീതിയെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. എപ്പോഴും ചോദ്യം ചോദിക്കുന്നത് ഏത് ധാതു ഏത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ വജ്രം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇതാണ് ഒരു ചോദ്യ രീതി. ഇനി അതുപോലെ ചോദ്യങ്ങളിലെ വ്യത്യാസവും മനസ്സിലാക്കി വയ്ക്കുക. ചോദ്യങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചെമ്പ് നിക്ഷേപമുള്ള സംസ്ഥാനമേത്, ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമേത്. പൊതുവിൽ കേൾക്കുമ്പോൾ ഇത് രണ്ടും ഒരേ ചോദ്യമാണെന്ന് തോന്നും. പക്ഷെ വ്യത്യാസമുണ്ട്. ചെമ്പ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം, ചെമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. രണ്ട് ചോദ്യങ്ങളാണ്. മിക്കവാറുമുള്ള കേസുകളിലും നിക്ഷേപം കൂടുതലുള്ള സംസ്ഥാനത്ത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഉൽപ്പാദനവും വരിക. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ ആകണമെന്നില്ല. എന്നാലും പരീക്ഷയുടെ ചോദ്യ രീതിയിൽ പ്രധാനപ്പെട്ടത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്നുള്ള രീതിയിലായിരിക്കും. അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മളൊരു വസ്തുത ഇന്ന് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നുണ്ട്, കുറച്ചു കാലമായിട്ട് പറയണമെന്നുണ്ട്. നിങ്ങളുടെ ചില സംശയങ്ങളൊക്കെ കമന്റ് ബോക്സിൽ വരുമ്പോൾ അതനുസരിച്ച് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നുണ്ട്. ഒന്ന്, നിങ്ങൾ കൂടുതലും മനസ്സിലാക്കി പഠിക്കേണ്ടത് ചോദ്യങ്ങളാണ്. നമ്മുടെ പരീക്ഷകളുടെ ഒരു രീതി OMR പരീക്ഷയാണ്. വലിയ എസ്സേകളും കാര്യങ്ങളും ഒന്നും നമ്മൾ ഇവിടെ പഠിക്കേണ്ടതായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ചോദ്യം വ്യക്തമല്ല എങ്കിൽ ഉത്തരം പലപ്പോഴും മാറിപ്പോകും. ഒരു തവണ നിങ്ങൾ ചോദ്യം വായിക്കുന്നു, 15 തവണ നിങ്ങൾ ഉത്തരം കാണാപ്പാഠം പഠിക്കുന്നു. തിരിച്ചാണ് വേണ്ടത്. ചോദ്യം എന്താണ് എന്ന് ആദ്യം വ്യക്തമാക്കുക, അത് കൂടുതൽ തവണ വായിച്ച് മനസ്സിലാക്കുക, അതിനനുസരിച്ച് ഉത്തരത്തിലോട്ട് വരിക. ഈ രീതിയായിരിക്കും കൂടുതൽ നല്ലത്. പക്ഷെ കൂടുതൽ ഉദ്യോഗാർത്ഥികളും അവലംബിക്കുന്ന മാർഗം ഉത്തരം കാണാതെ പഠിക്കുന്നതാണ്. ഉത്തരങ്ങൾ പലപ്പോഴും എളുപ്പമാണ്. കാരണം ഉത്തരം എന്താണ്? ഒറീസ, ജാർഖണ്ഡ്, മുംബൈ, അഹമ്മദാബാദ്, പശ്ചിമ ബംഗാൾ എന്നൊക്കെയാണ് പലപ്പോഴും ഉത്തരം. ഇതൊക്കെ നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന ഉത്തരങ്ങളാണ്, അറിയാവുന്ന കാര്യങ്ങളുമാണ്. പക്ഷേ എന്ത് ചോദ്യം ചോദിക്കുമ്പോ എന്ത് ഉത്തരം പറയണം എന്നുള്ളതാണ് എപ്പോഴും പ്രധാനമായിട്ട് വരിക. അപ്പൊ അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പഠിക്കണമെന്നൊരു സജഷൻ മുമ്പോട്ട് വെക്കാണ്. അത് ഒരു നല്ലൊരു അഡ്വൈസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ സജഷൻ മുമ്പോട്ട് വെക്കുക, നിങ്ങൾ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലോട്ട് വരുമ്പോ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് മാംഗനീസ് ബോക്സൈറ്റ്, ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് മാംഗനീസ് ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഇരുമ്പയിരായാലും മാംഗനീസ് ആയാലും ബോക്സൈറ്റ് ആയാലും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. സ്വാഭാവികമായിട്ടും ഇരുമ്പയിര് ഖനികളുമായി ചേർന്ന് അല്ലെങ്കിൽ ഇരുമ്പയിര് നിക്ഷേപമുള്ള പ്രദേശങ്ങളിൽ തന്നെ മാംഗനീസ് നിക്ഷേപവും ധാരാളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇരുമ്പയിരും മാംഗനീസ് എപ്പോഴും അടുത്ത് ഒരുപോലെ വരും. ഇരുമ്പയിരും മാംഗനീസ് നിക്ഷേപങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് ഒഡീഷ. മാത്രമല്ല ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാനപ്പെട്ട ഒരു ധാതുവാണ് ഏത്? മാംഗനീസും. ഇരുമ്പുരുക്ക് വ്യവസായത്തിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു ധാതുവാണ് ഏത്? മാംഗനീസും. അപ്പൊ ഇരുമ്പയിര് മാംഗനീസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ ധാതുവാണ്, അല്ലെ? ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയാണ്. അപ്പൊ ആ 3 കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. അടുത്തത് നമുക്ക് വജ്രം, ചെമ്പ്, ചുണ്ണാമ്പുകല്ല്. വജ്രം, ചെമ്പ്, ചുണ്ണാമ്പുകല്ല്. ഇതിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് വജ്ര നഗരം എന്നറിയപ്പെടുന്നത് ഗുജറാത്തിലെ സൂററ്റാണ്. വജ്ര നഗരം എന്നറിയപ്പെടുന്നത് ഗുജറാത്തിലെ സൂററ്റാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? വജ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അത് മധ്യപ്രദേശാണ്. വജ്ര നഗരം സൂററ്റായിരിക്കും, ഗുജറാത്തിലെ സൂററ്റായിരിക്കും. വജ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അത് മധ്യപ്രദേശാണ്. അതുപോലെ ചെമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ചുണ്ണാമ്പുകല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. വജ്രം, ചെമ്പ്, ചുണ്ണാമ്പുകല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്.
ഇത് പറയുമ്പോൾ നിങ്ങൾ പലരും നെറ്റിച്ചെടുക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ അല്ലേ എന്നാണ് നിങ്ങളുടെ സംശയം. ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് നേരത്തെ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ ചെമ്പ് നിക്ഷേപമുള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ചെമ്പ് നിക്ഷേപമുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും വേണ്ട, ഇന്ത്യയിൽ ആകെയുള്ള ചെമ്പ് നിക്ഷേപത്തിന്റെ 53% രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ ആകെയുള്ള ചെമ്പ് നിക്ഷേപത്തിന്റെ 53% എവിടെ തന്നെയാണ്? രാജസ്ഥാനിൽ തന്നെയാണ്. പക്ഷെ ചെമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ്? അത് മധ്യപ്രദേശാണ്. ചെമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശാണ്. അതുപോലെ ചുണ്ണാമ്പ് കല്ല് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സിമന്റ് വ്യവസായത്തിലെ പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തുവാണ്, അല്ലെ? ഇരുമ്പ് വ്യവസായത്തിലും ഈ സാധനം വളരെ അത്യാവശ്യമാണ്. അപ്പൊ ചുണ്ണാമ്പ് കല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. വജ്രം, ചെമ്പ്, ചുണ്ണാമ്പ് കല്ല് മധ്യപ്രദേശ്. അതുപോലെ കല്ലുപ്പ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ കല്ലുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഏറ്റവും കൂടുതൽ കല്ലുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ഹിമാചൽ പ്രദേശ്. അങ്ങനെ മാത്രം പഠിച്ചാൽ പോരാ, ഹിമാചൽ പ്രദേശിലെ മാണ്ഡി കല്ലുപ്പിന് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. കല്ലുപ്പ് ഖനിയാണ്, അറിയപ്പെടുന്ന കല്ലുപ്പ് ഖനിയാണ് ഏത്? ഹിമാചൽ പ്രദേശിലെ മാണ്ഡി. അപ്പൊ ഹിമാചൽ പ്രദേശിലെ മാണ്ഡി കല്ലുപ്പിന് പ്രസിദ്ധമാണ് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മാർബിൾ, വെള്ളി, ജിപ്സം. മാർബിൾ, വെള്ളി, ജിപ്സം. മാർബിൾ, വെള്ളി, ജിപ്സം. മാർബിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ രാജസ്ഥാൻ എന്ന് വരും, അല്ലെ? രാജസ്ഥാൻ മാർബിൾസ്. അപ്പൊ മാർബിൾ, ജിപ്സം, പിന്നെ വെള്ളി. അപ്പൊ മാർബിളും ജിപ്സവും സംശയം ഉണ്ടാക്കില്ല. മാർബിളും ജിപ്സവും എന്ന് പറയുമ്പോൾ രാജസ്ഥാൻ എന്ന് പറയാനുള്ള ടെൻഡൻസി ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും. പക്ഷെ വെള്ളി പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. മാർബിളും ജിപ്സവും ഉൽപ്പാദിപ്പിക്കുന്നത് രാജസ്ഥാനിൽ തന്നെയാണ്. വെള്ളിയും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ മാർബിൾ, വെള്ളി, ജിപ്സം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് രാജസ്ഥാൻ. ഇനി അടുത്തത്, ലോകത്തെ ഏറ്റവും കൂടുതൽ അഫ്രം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ലോകത്തെ ഏറ്റവും കൂടുതൽ അഫ്രം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ അഫ്രം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ, അല്ലെ? ആ അഫ്രം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? അഫ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ്. അഫ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അതുപോലെ യുറേനിയവും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. അപ്പോ അഫ്രം, യുറേനിയം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇവിടെ നിങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. നമുക്കത് വഴി പോലെ തീർക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് ലിഗ്നൈറ്റ്. കഴിഞ്ഞ ക്ലാസ്സിലെ വ്യവസായങ്ങളെ കുറിച്ച് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞതാണ്, ലിഗ്നൈറ്റ് വ്യവസായത്തിന് പേര് കേട്ട സ്ഥലമാണ് തമിഴ്നാട്ടിലെ നെയ്വേലി എന്ന് പഠിച്ചു. ലിഗ്നൈറ്റ് വ്യവസായത്തിന് പേര് കേട്ട സ്ഥലമാണ് തമിഴ്നാട്ടിലെ നെയ്വേലി. ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? തമിഴ്നാട്. ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇനി അടുത്തത് കൽക്കരിയിലോട്ട് വന്നാൽ, ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ജാർഖണ്ഡാണ്. ജാർഖണ്ഡ് നമ്മൾ വേറെയും പേരിൽ പറയും മിനറൽ സ്റ്റേറ്റ്, ഇന്ത്യയുടെ മിനറൽ സ്റ്റേറ്റ്, അല്ലെ, എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഏത്? ജാർഖണ്ഡ്. അതേസമയം ഏറ്റവും കൂടുതൽ മിനറൽസിന്റെ സോഴ്സ് ഉള്ള പീഠഭൂമി പ്രദേശമാണ്, മിനറൽസ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന പീഠഭൂമി പ്രദേശമാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലെ? ധാതു കലവറ എന്ന് പറയാൻ കഴിയുന്ന പീഠഭൂമി പ്രദേശമാണ് ഏത്? ചോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശം എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ പൊതുവെ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ച് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞു, ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ആ ഉപദ്വീപീയ പീഠഭൂമിയിൽ ചോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ധാതുക്കൾ ഉള്ളത്. പക്ഷെ ധാതു സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ജാർഖണ്ഡാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ധാതുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം ഖനികൾ, അല്ലെ? ഈ ധാതുക്കളൊക്കെ ലഭിക്കുന്നത് ചില പ്രദേശങ്ങളിൽ നിന്നാണ്. ആ പ്രദേശങ്ങളിലാണ് എന്തുള്ളത്? ഖനികളുള്ളത്. അപ്പൊ ഓരോ ധാതുക്കളും ഓരോ ഖനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതിൽ നമുക്ക് ഖനികൾ പഠിക്കണം. ഇത് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുന്നതല്ല. പിള്ളേരുടെ പാഠപുസ്തകങ്ങളിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരിക്കുന്ന ചില ഖനികളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതില് സുന്ദർഗഡ്, മയൂർഭഞ്ച്, താർ സിംഹം, 4 സുന്ദർഗഡ്, മയൂർഭഞ്ച്, താർ സിംഹം. ഇതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല. 2-3 വട്ടം കേൾക്കുമ്പോഴത്തേക്കും അത് എളുപ്പമാവും. ഏറ്റവും പ്രയാസമുള്ള പേരുകളാണ് എപ്പോഴും മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത്. ആദ്യ പ്രയാസമായിരിക്കും ഉള്ളിൽ എത്താൻ. പക്ഷെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറക്കാത്ത പേരുകളായിരിക്കും ഇതൊക്കെ. ഏതൊക്കെയാണ്? സുന്ദർഗഡ്, മയൂർഭഞ്ച്, താർ സിംഹം.
ഈ 4 എന്ത് ഖനികളാണ്? ഇരുമ്പയിര് ഖനികളാണ്. ഇത് 4 ഇരുമ്പയിര് ഖനികളാണ്. അതിൽ ആദ്യം പറഞ്ഞ 3 സുന്ദർഗഡ്, മയൂർഭഞ്ച്, ധാർ, ഇത് 3 ഒഡീഷയിലെ ഖനികളാണ്. ഇത് 3 എവിടെയാണ്? ഒഡീഷയിലെ ഖനികളാണ്. പുസ്തകത്തിൽ പറയുന്നതാണ്, ഒഡീഷയിലെ ഖനിയാണ്. അതേസമയം സിംഭം, ഇരുമ്പയിര് ഖനി സിംഭം, അത് ജാർഖണ്ഡിലാണ്. അപ്പൊ ചോയ്സ് തരാൻ ഭയങ്കര എളുപ്പമാണ്. ചോദ്യകർത്താവിന് ചോയ്സ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ചോദ്യകർത്താവിന്റെ സൗകര്യം കൂടി അതിനകത്ത് പ്രധാനമാണ് ചോദ്യം ഉണ്ടാവുമ്പോൾ. അപ്പൊ അതിനകത്ത് ചോദ്യം ഉണ്ടാക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ജാർഖണ്ഡിലെ ഇരുമ്പ് ഖനിയാണ്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഈ ഖനി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാലോ? അപ്പൊ സ്വാഭാവികമായിട്ടും 4 ചോയ്സ് തരാൻ പറ്റും. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ധാർ, സിംഭം. ഇതിൽ ഏത് ഖനിയാണ് ജാർഖണ്ഡിലുള്ളത് എന്ന് ചോദിച്ചാലോ? അത് സിംഭമാണ്. മറ്റു 3 എവിടെയാണ്? ഒഡീഷയിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് കോളാർ. കോളാർ കോളാർ എന്ന് പറയുന്നത് എന്താണ്? കോളാർ സ്വർണ്ണഖനിയാണ് അല്ലെ? കോളാർ സ്വർണ്ണഖനി. കോളാർ സ്വർണ്ണഖനി എവിടെയാണ്? കോളാർ സ്വർണ്ണഖനി കർണാടകയിലാണ്. കോളാർ സ്വർണ്ണഖനി എവിടെയാണ്? കർണാടകയിലാണ് കോളാർ സ്വർണ്ണഖനി. ഖേത്രി ചെമ്പ് ഖനി അങ്ങനെ വരത്തുള്ളൂ. കോളാർ സ്വർണ്ണഖനി അങ്ങനെ പറയുള്ളൂ. കോളാർ സ്വർണ്ണഖനി. ഖേത്രി ചെമ്പ് ഖനി. ഖേത്രി ചെമ്പ് ഖനി. ഈ ഖേത്രി ചെമ്പ് ഖനി എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഖേത്രി ചെമ്പ് ഖനി അല്ലെ, വളരെ കൊച്ചുനാള് മുതൽ നമ്മൾ പഠിക്കുന്നതാണ് ഖേത്രി ചെമ്പ് ഖനി. അപ്പൊ ഖേത്രി ചെമ്പ് ഖനി രാജസ്ഥാൻ, കോളാർ സ്വർണ്ണഖനി കർണാടകയിൽ. റാണിഗഞ്ച്. റാണിഗഞ്ച് നല്ലൊരു ചോദ്യമാണ്. റാണിഗഞ്ച് വെസ്റ്റ് ബംഗാളിലാണ്. റാണിഗഞ്ച് പശ്ചിമ ബംഗാൾ. റാണിഗഞ്ച്. റാണിഗഞ്ച് എന്താണ്? അറിയപ്പെടുന്ന കൽക്കരി ഖനിയാണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന കൽക്കരി ഖനിയാണ് ഏത്? റാണിഗഞ്ച്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന കൽക്കരി ഖനിയാണ് റാണിഗഞ്ച്. റാണിഗഞ്ച് അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി എവിടെയാണ്? അത് പശ്ചിമ ബംഗാളിലെ റാണിഗഞ്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി. അത് കഴിഞ്ഞത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം, പിള്ളേരുടെ പുസ്തകത്തിൽ അടിവരയിട്ട് കൊടുത്തേക്കുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ധാറിയ ജാർഖണ്ഡിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ധാറിയ ജാർഖണ്ഡിലാണ്. പക്ഷെ ആദ്യത്തെ കൽക്കരി ഖനി ഏതാണ്? റാണിഗഞ്ചാണ്, പശ്ചിമ ബംഗാളാണ്. വേറെയും കൽക്കരി ഖനികളുണ്ട്. അതിലൊരു കൽക്കരി ഖനിയാണ് കോർബ. ഏതാണ്? കോർബ. കോർബ കൽക്കരി ഖനി എവിടെയാണെന്ന് അറിയാമോ? ഛത്തീസ്ഗഡിലാണ്. കോർബ കൽക്കരി ഖനി എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. അതുപോലെ ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു പേരാണ് താഴ്ച. ഏതാണ്? താഴ്ച. താഴ്ചർ. താഴ്ചർ കൽക്കരി ഖനി. താഴ്ചർ കൽക്കരി ഖനി എവിടെയാണ്? താഴ്ചർ കൽക്കരി ഖനി ഒഡീഷയിലാണ്. താഴ്ചർ കൽക്കരി ഖനി എവിടെയാണ്? ഒഡീഷയിലാണ്. നമ്മള് വൈദ്യുതിയുമായിട്ടൊക്കെ കൂടി പേര് കേൾക്കുന്ന ഒന്നാണ് ഏത്? താഴ്ചർ അല്ലെ? ഇവിടെ പവർ കട്ടൊക്കെ വരുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു പേരുണ്ട് താഴ്ചർ വൈദ്യുത നിലയത്തിൽ നിന്നുള്ള വൈദ്യുതി വരുന്നില്ല. അപ്പൊ ഇതും പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. താഴ്ചർ നിലയം എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നതാണ്. ഒഡീഷയിൽ. അപ്പൊ താഴ്ചർ ഒഡീഷ, കോർബ കൽക്കരി ഖനി അത് ഛത്തീസ്ഗഡില്, താറിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം അത് ജാർഖണ്ഡില്, റാണിഗഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി അത് എവിടെ? പശ്ചിമ ബംഗാളിൽ. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ടാണ് അടുത്തത് ജാദുഗുഡ. ഏതാണ്? ജാദുഗുഡ. വായിക്കുന്നുണ്ടല്ലോ? ജാദുഗുഡ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ യുറേനിയം ഖനിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന മറ്റൊരു ഖനിയാണ് പന്ന. പന്ന എന്താണ്? വജ്രഖനി അല്ലെ? പന്ന വജ്രഖനി. പന്ന വജ്രഖനി എവിടെയാണ്? പന്ന വജ്രഖനി മധ്യപ്രദേശിലാണ്. പന്ന വജ്രഖനി എവിടെ? മധ്യപ്രദേശിലാണ്. അപ്പൊ ഈ ഭാഗത്തുള്ള ചോദ്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ പരീക്ഷകളിൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. അപ്പൊ ഇത് തെറ്റാതെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് ഫോസിൽ ഇന്ധനങ്ങളിലോട്ട് പോകാം. നമ്മുടെ ഊർജവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ ഏറ്റവും കൂടുതൽ നിറവേറ്റുന്ന ഫോസിൽ ഇന്ധനമാണ്. ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ ഏറ്റവും കൂടുതൽ നിറവേറ്റുന്ന ഫോസിൽ ഇന്ധനമാണ് കൽക്കരി എന്ന് ഓർക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഫോസിൽ ഇന്ധനമാണ് ഏത്? കൽക്കരി അല്ലെ? ലക്ഷോപലക്ഷം വർഷങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്? ഫോസിൽ നിക്ഷേപങ്ങൾ ഉണ്ടാവുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടാവുന്നത്.
അപ്പൊ അതിൽ പ്രധാനപ്പെട്ടതാണ് ഏത്? കൽക്കരി, പിന്നെ അത് കഴിഞ്ഞിട്ട് പെട്രോളിയം, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രകൃതിവാതകം. ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. ഇതില് ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ ഏറ്റവും കൂടുതൽ നിറവേറ്റുന്ന ഫോസിൽ ഇന്ധനം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? കൽക്കരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജ ആവശ്യം നിറവേറ്റുന്ന ഫോസിൽ ഇന്ധനമാണ് കൽക്കരി. കൽക്കരിയുടെ കാര്യം പറയുമ്പോൾ കൽക്കരിയുടെ ഉത്പാദനത്തിൽ 3-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. കൽക്കരിയുടെ ഉത്പാദനത്തിൽ 3-ാം സ്ഥാനത്ത്, അതായത് അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിറകിലായിട്ട് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം കൽക്കരിയുടെ ഉത്പാദനത്തിൽ ഏതാണ്? ഇന്ത്യയാണ് ഉത്പാദനത്തിൽ മുമ്പിൽ നിൽക്കുന്ന രാജ്യം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൽക്കരി ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണെന്ന് പഠിച്ചിട്ടുണ്ട്? ജാർഖണ്ഡ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൽക്കരി ഉത്പാദിപ്പിക്കുന്നത് ജാർഖണ്ഡാണ്. അതുപോലെ പഠിച്ചതാണ് ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ധാറിയ, അതും ജാർഖണ്ഡിലാണെന്ന് പറഞ്ഞു, അല്ലെ? പക്ഷെ ഇന്ത്യയുടെ ആദ്യത്തെ കൽക്കരി ഖനി ഏതാണ്? റാണിഗഞ്ച് ആണ്. അത് പശ്ചിമ ബംഗാളിലാണെന്ന് പറഞ്ഞു. കോർബ കൽക്കരി ഖനി ഛത്തീസ്ഗഡിലും താൾച്ചർ കൽക്കരി ഖനി എവിടെയുമാണ്? ഒറീഷയിലുമാണ്, അല്ലെങ്കിൽ ഒഡീഷയിലുമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിനകത്ത് വേറെ ഒരു ചോദ്യ രീതി വരാറുള്ളത്, ചോദ്യ സാധ്യതയുള്ളത്. കൽക്കരി പലതരം കൽക്കരി ഉണ്ട്. പ്രധാനമായിട്ടും 3 കൽക്കരി ഇനങ്ങളാണുള്ളത്. കൽക്കരി ഇനങ്ങൾ പ്രധാനമായിട്ടും 3ആണ്. ആ 3 കൽക്കരി ഇനമാണ് ഏത്? ഒന്ന് ആന്ത്രസൈറ്റ്, വേറൊന്ന് ബിറ്റുമിനസ് കോൾ, വേറൊന്ന് ലിഗ്നൈറ്റ്. അപ്പൊ 3 തരം കൽക്കരി ഇനം ഏതൊക്കെയാണ്? ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ് കോൾ, ലിഗ്നൈറ്റ്, 3 തരം. ഇതിൽ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കാർബണിന്റെ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള കൽക്കരി ഇനം, അല്ലെ? കാർബൺ കണ്ടന്റ്, കറുത്ത സ്വർണം അല്ലെങ്കിൽ കറുത്ത വജ്രം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? കൽക്കരിയാണ്. കാർബണിന്റെ കണ്ടന്റ് കൂടുന്തോറും ഈ കറുപ്പ് നിറവും കൂടും. അപ്പൊ കാർബൺ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള ഏറ്റവും മുന്തിയ ഇനം കൽക്കരിയാണ് ആന്ത്രസൈറ്റ്. കാർബൺ കണ്ടന്റ് ഏറ്റവും കൂടിയ മുന്തിയ ഇനം കൽക്കരിയാണ് ഏത്? ആന്ത്രസൈറ്റ്. കാർബൺ കണ്ടന്റ് അതിനനുസരിച്ച് കുറവാണ് ബിറ്റുമിനസ് കോൾ, അതിനേക്കാൾ കുറവാണ് ലിഗ്നൈറ്റ്. അപ്പൊ 2 ചോദ്യങ്ങളുണ്ട്. കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരി ഇനം ആന്ത്രസൈറ്റ് ആണെങ്കിൽ കാർബണിന്റെ അളവ് ഏറ്റവും കുറവുള്ള കൽക്കരി ഇനം ഏതെന്ന് ചോദിച്ചാൽ അത് ലിഗ്നൈറ്റ് ആണ്. കാർബണിന്റെ കണ്ടന്റ് കുറയുമ്പോൾ കറുപ്പ് നിറവും കുറയും. അപ്പൊ അതുകൊണ്ടാണ് അതിനെ പറയാ ബ്രൗൺ കോൾ. ഏതാണ്ട് ബ്രൗൺ നിറത്തിലായിരിക്കുന്നത്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ്. ബിറ്റുമിനസ് കോൾ, അതിനാണ് ചോദ്യ സാധ്യത കൂടുതൽ. എന്താണ് ആ ചോദ്യ സാധ്യത എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൽക്കരി ഇനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൽക്കരി ഇനം ഏത് എന്ന് ചോദിച്ചാൽ ബിറ്റുമിനസ് കോൾ ആണ്. 2 ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ഇന്ത്യയിലെ ഊർജ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫോസിൽ ഇന്ധനം അത് കൽക്കരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൽക്കരി ഇനം ഏത് എന്ന് ചോദിച്ചാൽ അത് ബിറ്റുമിനസ് കോൾ ആണ്. ഇതൊക്കെ സാധാരണഗതിയിൽ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന അവസരത്തിൽ പിള്ളേർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ പിന്നെ പീറ്റ് എന്താണ്? കൽക്കരി എന്ന് പറയുന്നത് എന്താണ്? ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ഫോസിൽ ഇന്ധനമാണ്, അല്ലെ? അപ്പൊ ആ കൽക്കരി രൂപീകരണത്തിലെ ആദ്യ ഘട്ടം അറിയപ്പെടുന്നത് പീറ്റ് എന്നുള്ള പേരിലാണ്. കൽക്കരി ആകാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ആദ്യ ഘട്ടമാണ് ഏത്? പീറ്റ്. ഈ പീറ്റാണ് പിന്നീട് ലിഗ്നൈറ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ കൽക്കരി രൂപീകരണത്തിലെ ആദ്യ ഘട്ടം എന്ന് പറയാവുന്നതാണ് ഏത്? പീറ്റിന്റെ രൂപീകരണം അഥവാ പീറ്റ്. അപ്പൊ അതിനെ കുറിച്ച് അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ കൽക്കരി ക്യാപിറ്റൽ, ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? കോൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ധൻബാദാണ്. ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം ഏതാണ്? ധൻബാദാണ്. ഈ കൽക്കരിയൊക്കെ ഖനനത്തിലൂടെ കിട്ടുന്നതാണ്, അല്ലെ? ഇന്ത്യയുടെ ഖനന ഗവേഷണ കേന്ദ്രം മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ധൻബാദിലാണ്. ധൻബാദ് എവിടെയാണ്? ജാർഖണ്ഡാണ്. അപ്പൊ ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ധൻബാദ്. മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതും ഏതാണ്? ധൻബാദാണ്. ഞാൻ വേറൊരു കാര്യം ഇതിന്റെ ഇടയിൽ നിങ്ങളെടുത്ത് സൂചിപ്പിക്കാനുണ്ട്. ധാതുക്കൾ, അല്ലെ? ധാതുക്കളിൽ നിന്നാണ് ഏത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്? മെറ്റൽസ് ഉണ്ടാക്കിയെടുക്കുന്നത്, ലോഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ധാതുക്കളിൽ നിന്ന് ലോഹം ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയ അത് രസതന്ത്രത്തിലെ ഒരു പ്രത്യേക ബ്രാഞ്ചാണ്. ആ ബ്രാഞ്ചാണ് മെറ്റലർജി. ഏതാണ്? ധാതുക്കളിൽ നിന്ന് ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുന്ന ആ പ്രക്രിയ, ആ പറഞ്ഞ രീതി, അതുമായിട്ട് ബന്ധപ്പെട്ട സയൻസ്, അതാണ് ഏത്? മെറ്റലർജി. അപ്പൊ രസതന്ത്രത്തിലെ മെറ്റലർജി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്?
ധാതുക്കളിൽ നിന്ന് ലോഹം വേർതിരിക്കുന്ന ആ പറഞ്ഞ സയൻസ് ആണ് ഏത് മെറ്റലർജി എന്നറിയപ്പെടുന്നത്. അപ്പൊ ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ലിഗ്നൈറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ കോൾ ക്യാപിറ്റൽ ആണ് ധൻബാദ്. ഇനി അത് കഴിഞ്ഞിട്ട് പെട്രോളിയത്തിലോട്ട് വന്നാൽ പെട്രോളിയം 3 ചോദ്യങ്ങളാണ് പെട്രോളിയത്തിന്റെ കാര്യത്തിൽ പരീക്ഷിക്കപ്പോഴും ചോദിക്കുന്നത്. പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ്? പെട്രോളിയം. ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്നത് പെട്രോളിയം ആണ് അല്ലെ. ആ ഭാഗത്തൊരു ചോദ്യമുണ്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ആരംഭിച്ചത് ആസാമിലാണ്. ആസാമിലെ ഡിഗ്ബോയ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ആരംഭിച്ചത്. എവിടെയാണ്? ആസാമിലെ ഡിഗ്ബോയിലാണ്. അതേസമയം ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം അല്ലെങ്കിൽ ഓയിൽ റിസർവ് എന്നൊക്കെ ചോദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം, പെട്രോളിയം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മുംബൈ ഹൈയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എവിടെയും ചോദിച്ചാൽ മുംബൈ ഹൈയാണ്. 2 ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയാം, ഡിഗ്ബോയ് അറിയാം, മുംബൈ ഹൈ അറിയാം. എന്ത് ചോദിക്കുമ്പോൾ ഡിഗ്ബോയ്, എന്ത് ചോദിക്കുമ്പോൾ മുംബൈ ഹൈ. ചോദ്യം പറയാൻ പറ്റുന്നുണ്ടോ? ഇന്ത്യയിൽ ആദ്യമായിട്ട് എണ്ണ ഉത്പാദിപ്പിച്ച അല്ലെങ്കിൽ എണ്ണ ഖനനം ചെയ്ത സ്ഥലം ഏതെന്ന് ചോദിക്കുമ്പോഴാണ് ആസാമിലെ ഡിഗ്ബോയ് പറയേണ്ടത്. ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതെന്ന് ചോദിക്കുമ്പോഴാണ് മുംബൈ ഹൈ പറയേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേറൊരു ചോദ്യം കൂടെ അവിടെയുണ്ട്. വേറൊരു ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല, ഈ എണ്ണ എന്ന് പറഞ്ഞാൽ പെട്രോളിയമാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല അല്ലെ. ഈ പെട്രോളിയത്തിൽ നിന്നാണ് പെട്രോൾ വേർതിരിക്കുന്നത്, ഡീസൽ വേർതിരിക്കുന്നത്, ഏവിയേഷൻ സ്പിരിറ്റ് വേർതിരിക്കുന്നത്, നാഫ്ത, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടാർ, മണ്ണെണ്ണ, ഇതെല്ലാം വേർതിരിക്കുന്ന ഏതിൽ നിന്നാണ്? പെട്രോളിയത്തിൽ നിന്നാണ്. പെട്രോളിയത്തിൽ അതിന്റെ മറ്റു ഘടകങ്ങൾ വേർതിരിച്ചെടുക്കുന്ന ആ പ്രക്രിയ നമ്മൾ പറയും ഫ്രാക്ഷണൽ ഡിസ്റ്റലൈസേഷൻ. ഏതാണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റലൈസേഷൻ അഥവാ ആംശിക സേതനം അല്ലെ. പെട്രോളിയത്തിൽ നിന്ന് പെട്രോൾ, മണ്ണെണ്ണ, ഡീസൽ പോലുള്ളവ വേർതിരിച്ചെടുക്കുന്ന ആ പ്രക്രിയ അറിയപ്പെടുന്നതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റലൈസേഷൻ അഥവാ ആംശിക സേതനം എന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് രസതന്ത്രത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്, അതവിടെ പഠിക്കും. അപ്പൊ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല എവിടെയാണ്? ജാംനഗറിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല എവിടെ എന്ന് ചോദിച്ചാൽ ജാംനഗറിലാണ്. ജാംനഗർ എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ജാംനഗർ, ഗുജറാത്ത്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്ത് വരുമ്പോ പ്രകൃതിവാതകം. പ്രകൃതിവാതകത്തിന്റെ കാര്യം പറയുമ്പോൾ സാധാരണഗതിയിൽ ഫോസിൽ ഇന്ധനങ്ങൾ ഖനനം ചെയ്തെടുക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്തും കിട്ടും? പ്രകൃതിവാതകവും കിട്ടും. പുസ്തകത്തില് വളരെ പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എങ്കിലും തമിഴ്നാട് ആന്ധ്ര തീരങ്ങളിൽ ധാരാളം പ്രകൃതിവാതകം ലഭ്യമാണ്. തമിഴ്നാട് ആന്ധ്ര തീരങ്ങൾ പ്രകൃതിവാതകം കൊണ്ട് സമ്പന്നമാണ് എന്നൊരു വാക്കുകൂടി പുസ്തകത്തിൽ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഓർത്ത് വെക്കുക, പ്രകൃതി വാതകം. ഇനി നമുക്ക് അതുപോലെ ഊർജ ആവശ്യത്തിന് ആണവ ഇന്ധനങ്ങളും ഉപയോഗപ്പെടുത്താറുണ്ട് അല്ലെ. ഫോസിൽ ഇന്ധനങ്ങൾ മാത്രമല്ലല്ലോ, ആണവ ഇന്ധനങ്ങളെയും ഊർജ ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ട്. പ്രധാനമായിട്ടുള്ള ആണവ ഇന്ധനങ്ങൾ യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം അല്ലെ. ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ ഇന്ധനം ഏതെന്ന് ചോദിച്ചാൽ യുറേനിയമോ തോറിയമോ പറയരുത്. ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ ഇന്ധനം ഏതെന്ന് ചോദിച്ചാൽ പ്ലൂട്ടോണിയം എന്ന് പറയണം. ഏതാണ്? പ്ലൂട്ടോണിയം. യുറേനിയവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യുറേനിയം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ യുറേനിയം ഖനി ജാർഖണ്ഡിലുള്ള ജാദുഗുഡയാണ്. പക്ഷെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ യുറേനിയം ഖനി ആന്ധ്രാപ്രദേശിലെ മാടനപ്പള്ളിയിലുള്ള ഖനിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ യുറേനിയത്തിന്റെ കാര്യം വിടാം. ഇനി അത് കഴിഞ്ഞിട്ട് തോറിയം വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് എന്തായാലും ഒരു മാർക്കാണ്, എല്ലാവർക്കും കിട്ടുന്ന ഒരു മാർക്കാണ്. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്ന ന്യൂക്ലിയർ ഇന്ധനം എന്ന് ചോദിച്ചാൽ തോറിയാണ്. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ന്യൂക്ലിയർ ഇന്ധനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? തോറിയമാണ് അല്ലെ. തോറിയം പക്ഷെ വേർതിരിച്ചെടുക്കുന്നത്, ഇപ്പൊ യുറേനിയം വേർതിരിച്ചെടുക്കുന്നത് യുറേനിയത്തിന്റെ അയിര് പിച്ച് ബ്ലെൻഡിൽ നിന്നാണെന്ന് പറയും. യുറേനിയത്തിന്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ് എന്ന് പറയും. അതുപോലെ തോറിയം എന്ന് പറയുന്ന ന്യൂക്ലിയർ ഇന്ധനം വേർതിരിച്ചെടുക്കുന്നത് എന്തിൽ നിന്ന് എന്ന് ചോദിക്കും. ഏതിൽ നിന്നാണ്? മോണോസൈറ്റിൽ നിന്ന്. ഏതാണ്? മോണോസൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കും. അപ്പോ കേരളത്തിന്റെ കടൽ തീരങ്ങളിൽ ധാരാളമായുള്ള ആണവ ഇന്ധനമാണ് തോറിയം. കേരളത്തിന്റെ കടൽ തീരങ്ങളിൽ ധാരാളം എന്തുണ്ട്? തോറിയം നിക്ഷേപമുണ്ട്, അല്ലെങ്കിൽ മോണോസൈറ്റ് നിക്ഷേപമുണ്ട്. ഏത് നിക്ഷേപമുണ്ട്? മോണോസൈറ്റ് നിക്ഷേപമുണ്ട്. അപ്പൊ മോണോസൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ആണവ ഇന്ധനമാണ് ഏത്?
പിച്ച് ബ്ലെൻഡിൽ നിന്ന് യുറേനിയം വേർതിരിച്ചെടുക്കും. മോണോസൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ആണവ ഇന്ധനമാണ് ഏത്? തോറിയം. അതുപോലെ മോണോസൈറ്റ് പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ധാതുവാണ് ഇൽമനൈറ്റ്. ഏതാണ്? ഇൽമനൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത് എന്ത്? ഇൽമനൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത് ടൈറ്റാനിയമാണ്. ഇൽമനൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത് ഏതാണ്? ടൈറ്റാനിയമാണ്. ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് പെയിന്റ് നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഏത്? ടൈറ്റാനിയം. അപ്പൊ ഇൽമനൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് ടൈറ്റാനിയം. മോണോസൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് ഏത്? തോറിയം. അല്ലെ? ടൈറ്റാനിയം, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് കേട്ടിട്ടുണ്ടാവും. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് 1946 സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് ഏത്? ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ്. 1946 ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ്. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? പെട്ടെന്ന് ചവറാന്ന് എഴുതാനുള്ള സാധ്യത കൂടുതലാണ്. ചവറയിലും ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ഉണ്ട്. അതിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ് എന്നുകൂടി ഓർക്കുക. ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ഏത് സ്ഥാപിച്ചു? ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് സ്ഥാപിച്ചു. അതിന്റെ ഒരു യൂണിറ്റ് എവിടെയുമുണ്ട്? ചവറയിലുമുണ്ട്. പ്രധാനപ്പെട്ട യൂണിറ്റ് തിരുവനന്തപുരത്ത് കൊച്ചുവേളിക്കടുത്താണ്, അവിടെയാണ്. അപ്പൊ എന്തായാലും ഇൽമനൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒന്നാണ് ഏത്? ടൈറ്റാനിയം. ഇൽമനൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് ടൈറ്റാനിയം. അപ്പൊ ആണവ ഇന്ധനങ്ങളെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ആണവ നിലയങ്ങളാണ്. ഇന്ത്യക്ക് പ്രധാനമായിട്ട് 7 ആണവ നിലയങ്ങളുണ്ട്. എത്ര ആണവ നിലയങ്ങളുണ്ട്? 7 ആണവ നിലയങ്ങളുണ്ട്. അതിൽ ഓരോ ആണവ നിലയങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. അതിൽ ആദ്യം ഉണ്ടായ ആണവ നിലയത്തിന്റെ പേരാണ് ആദ്യം പറയുന്നത്. ഏറ്റവും ആദ്യം ഉണ്ടായ ആണവ നിലയമാണേത്? താരാപൂർ. ഏറ്റവും ആദ്യം ഉണ്ടായ ആണവ നിലയമാണേത്? താരാപൂർ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? താരാപൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. താരാപൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്, മുംബൈയിലാണ്. അല്ലെ? താരാപൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്, മുംബൈയിലാണ്. അതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ട ആണവ നിലയം. അത് എപ്പോഴാണ്? 1969 1969 താരാപൂർ ആണവ നിലയം സ്ഥാപിക്കപ്പെടുന്നത് മഹാരാഷ്ട്രയിൽ, മുംബൈയിലും. ഓർത്ത് വയ്ക്കണം, 69. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയം ഇപ്പൊ വരുന്നുണ്ടാവും. അപ്പൊ എന്താണ് അപ്സര? ഇതും പരീക്ഷയ്ക്ക് ആൾക്കാർ തെറ്റിക്കുന്ന ചോദ്യ ഉത്തരവാണ്. കാലങ്ങളായിട്ട് പഠിക്കുന്നുണ്ടാവും, പക്ഷെ തെറ്റിക്കും. എങ്ങനെയാണ് തെറ്റിക്കുന്നത്? ആണവ നിലയം വേറെയാണ്, ആണവ റിയാക്ടർ വേറെയാണ് എന്ന് ഇന്നും തിരിച്ചറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ട്. ആണവ നിലയം, ആണവ റിയാക്ടർ. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടറാണ് അപ്സര. അത് 1956 ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടറാണ് ഏത്? അപ്സര. അത് സ്ഥാപിക്കപ്പെട്ടത് 1956 ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ വരുന്നത്. അത് മഹാരാഷ്ട്രയിൽ ട്രോംബെ എന്ന് പറയുന്ന സ്ഥലത്ത്, മഹാരാഷ്ട്ര മുംബൈക്ക് അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് ഏത്? ട്രോംബെ. ആ ട്രോംബെയിലെ ബാർക്കിന്റെ ഭാവ അറ്റോമിക് റിസർച്ച് സെന്റർ അതിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ വരുന്നു. അത് 1956 ആണവ റിയാക്ടർ ആണ് ഏത്? അപ്സര. അല്ലെ? അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ. ആണവ കമ്മീഷൻ, ഇന്ത്യയുടെ ആണവ കമ്മീഷൻ അല്ലെ, അറ്റോമിക് എനർജി കമ്മീഷൻ. ഇന്ത്യയുടെ അറ്റോമിക് എനർജി കമ്മീഷൻ 1948 നിലവിൽ വന്ന സ്ഥാപനമാണ് അറ്റോമിക് എനർജി കമ്മീഷൻ. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ 1948. അതുപോലെ വേറൊരു ചോദ്യമുണ്ട്. ഇന്ത്യൻ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് AED, അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് ചോദിച്ചാൽ 1954. അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് 1954, അറ്റോമിക് എനർജി കമ്മീഷൻ 1948, അപ്സര 1956, പിന്നെ അത് കഴിഞ്ഞിട്ട് താരാപൂർ 1969. ഓർത്ത് വയ്ക്കണം അല്ലെ? ആറ്റംസ് ഇൻ ദ സർവീസ് ഓഫ് നേഷൻ. ആറ്റംസ് ഇൻ ദ സർവീസ് ഓഫ് നേഷൻ. രാഷ്ട്ര സേവനത്തിനാണ് ആറ്റം. ഇതാണ് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ മുദ്രാവാക്യം. ആറ്റംസ് ഇൻ ദ സർവീസ് ഓഫ് നേഷൻ എന്നുള്ളത് എന്തിന്റെ മുദ്രാവാക്യമാണ്? അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ മോട്ടോയാണ്, അല്ലെങ്കിൽ അതിന്റെ ലോഗോയിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടറാണ് താരാപൂർ. അതുപോലെ ഏത്? മഹാരാഷ്ട്രയിലാണ്. വേറൊന്ന് നറോറ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. കക്രാപാറ എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓരോ ആണവ റിയാക്ടറുകളും എവിടെയാണെന്ന് മനസ്സിലാക്കി വയ്ക്കണം. കക്രാപാറ ഗുജറാത്തിലാണ്. റാവത്ത് ഭട്ട എവിടെ? രാജസ്ഥാൻ. അപ്പൊ താരാപൂർ മഹാരാഷ്ട്രയില്, നറോറ ഉത്തർപ്രദേശില്, കക്രാപാറ ഗുജറാത്തില്,
റാവത്പട്ട രാജസ്ഥാന്, കൈഗയോ കൈഗ കൈഗ കർണാടക. കൈഗ ആണവ നിലയം എവിടെയാണ്? കർണാടക. അടുത്ത നോക്ക് കൽപ്പാക്കം കൂടംകുളം, രണ്ടും തമിഴ്നാട്ടിലാണ്. കൽപ്പാക്കം കൂടംകുളം രണ്ടും തമിഴ്നാട്ടിലാണ്. അപ്പോ 7 ആണവ നിലയങ്ങളുണ്ട് അല്ലെ. ആ 7 ആണവ നിലയങ്ങളിൽ 2 ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ എളുപ്പമല്ലേ? ഏതാണ്? തമിഴ്നാട്. തമിഴ്നാട്. അതില് ഏറ്റവും വലിയ ആണവ നിലയം, ഏറ്റവും കൂടുതൽ ഉത്പാദന ശേഷിയുള്ള ആണവ നിലയം ഏതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്പാദന ശേഷിയുള്ള ആണവ നിലയം ഏതെന്ന് ചോദിച്ചാൽ കൂടംകുളം ആണവ നിലയമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദന ശേഷിയുള്ള ആണവ നിലയം ഏതാണ്? കൂടംകുളം ആണവ നിലയം. ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ നിർമ്മിച്ചു എന്നുള്ളതും ചിലപ്പോൾ ചോദ്യമാണ്. റഷ്യൻ സഹായത്തോടെ നിർമ്മിച്ചു. അപ്പോ 7 ആണവ നിലയം, രണ്ടും തമിഴ്നാട്ടിലാണ്. അതിൽ ഏറ്റവും വലുത്, ഈ 7 ഏറ്റവും വലുത്, ഏറ്റവും ഉത്പാദന ശേഷി കൂടുതലുള്ളത് കൂടംകുളം ആണവ നിലയത്തിനാണ്. ആ ആണവ നിലയം റഷ്യൻ സഹായത്തോടു കൂടി പണിതതാണ്. വേറൊരു കാര്യം ആ ഭാഗത്തുള്ളത് കൽപ്പാക്കം ആണവ നിലയം. കൽപ്പാക്കം ആണവ നിലയം അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. കൽപ്പാക്കം ആണവ നിലയത്തിന് മദ്രാസ് ആണവ നിലയം എന്നും പറയാറുണ്ട്. കൽപ്പാക്കം ആണവ നിലയത്തിന് എന്ത് പേരിൽ കൂടി പറയും? മദ്രാസ് ആണവ നിലയം, ഇന്ദിരാഗാന്ധി ആണവ നിലയം. മദ്രാസ് ആണവ നിലയം, ഇന്ദിരാഗാന്ധി ആണവ നിലയം എന്നറിയപ്പെടുന്നത് കൽപ്പാക്കം ആണവ നിലയമാണ് എന്നുകൂടി അതിന്റെ കൂടുതൽ എന്ത് ചെയ്യാം? ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഊർജ ആവശ്യങ്ങൾക്ക് ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നു, ആണവ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നു. അല്ലാതെ ഊർജ ആവശ്യത്തിന് പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സുകളെയും നമുക്ക് ഉപയോഗപ്പെടുത്താം. പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സുകൾ അതിൽ പ്രധാനമാണ് സൗരോർജം. സൗരോർജത്തിൽ നിന്ന് അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഊർജ്ജം ഉത്പാദിപ്പിക്കാം. തിരമാലകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഊർജ്ജം ഉത്പാദിപ്പിക്കാം. കാറ്റിൽ നിന്ന് എന്ത് ചെയ്യാം? ഊർജ്ജം ഉത്പാദിപ്പിക്കാം. അപ്പൊ അവിടെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? സൂര്യനിൽ നിന്ന് അല്ലെങ്കിൽ സൗരോർജത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ സോളാർ എനർജി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്? അത് ഗുജറാത്താണ്. അതുപോലെ തിരമാലകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാലും ഗുജറാത്താണ്. തിരമാലകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അതും ഗുജറാത്താണ്. എന്നാൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം, കാറ്റിൽ നിന്ന്, കാറ്റാടി യന്ത്രങ്ങൾ അല്ലെ, കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. ഇവിടെ പറയേണ്ടതല്ല, എന്നാലും ഇവിടെ ഓർത്ത് വെച്ചോ, ഏറ്റവും കൂടുതൽ താപ ഊർജം ഉത്പാദിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ ആണവ ഊർജം ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ, താപ ഊർജം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന, ആണവ ഊർജം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്ര എന്ന് പറയണം. താപ ഊർജം, ആണവ ഊർജം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്ന് പറയണം. ഇതിന്റെ ഭാഗത്തുള്ളതല്ല, എങ്കിലും ഊർജവുമായി ബന്ധപ്പെട്ടതാണല്ലോ. അപ്പൊ ആ ഊർജ്ജമാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ താപോർജ്ജം, ആണവോർജം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്ന് കൂടി മനസ്സിലാക്കി വെക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ഊർജത്തിന്റെ കാര്യം പറയുമ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമായിട്ട് പറയാം, കാറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? വൈദ്യുതി ഉണ്ടാക്കിയെടുക്കാം അല്ലെ. കാറ്റാടി യന്ത്രങ്ങളുടെ സഹായത്തോടെ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കിയെടുക്കാം. അപ്പം കേരളത്തില് ആദ്യത്തെ വിൻഡ് ഫാം എവിടെയാണ് എന്ന് ചോദിക്കും. ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, സ്ഥിരം ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ വിൻഡ് ഫാം എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ വിൻഡ് ഫാം ഉള്ളത് കഞ്ചിക്കോടാണ്. കഞ്ചിക്കോട് എവിടെ? പാലക്കാടാണ്. കഞ്ചിക്കോട് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ വിൻഡ് ഫാം ഉള്ളത്. അവിടെ തന്നെ അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്തും, പിന്നെ അത് കഴിഞ്ഞ് ഇടുക്കി ജില്ലയിലെ രാമക്കൽ മേടും ഒക്കെ ഇപ്പൊ വിൻഡ് ഫാമുകളുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. രാമക്കൽ മേട് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ആ ഭാഗത്ത് ചോദിക്കാനുള്ളാവുന്ന ഒരു നല്ലൊരു ചോദ്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ലോകത്ത് തന്നെ ആദ്യമായിട്ട് പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന, വിമാനത്താവളം ഏതാണ്? ലോകത്ത് തന്നെ ആദ്യമായിട്ട് പൂർണ്ണമായും സോളാർ എനർജി ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന വിമാനത്താവളം ഏതെന്ന് ചോദിച്ചാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ്, അഥവാ നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ്, അഥവാ സിയാലാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് അഥവാ സിയാലാണ് എന്നുകൂടി ആ കൂട്ടത്തില് നിങ്ങൾ എന്ത് ചെയ്യാം? ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ധാതുക്കളുമായിട്ടും ഊർജ വിഭവങ്ങളുമായും ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അല്ലാതെ എന്ത് ചെയ്യുക? എല്ലാവർക്കും നന്ദി.